ഹായ് ദേവദത്ത് ആൻഡ് നവനീത്. ഞാൻ ടീന. ഞാനിപ്പോൾ ഫ്യൂച്ചറൈസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ട് 2 months ആവുന്നു. സോ ആസ് എ ജൂനിയർ നിങ്ങളുടെ കരിയർ ജേർണിയെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നമ്മുടെ അക്കാഡമിക് ആണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലാണെങ്കിലും നല്ല ഒപ്പീനിയൻ ആണുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഹെൽത്ത് കെയർ ഫീൽഡ് നിങ്ങൾ ചൂസ് ചെയ്തത്? അതിനുള്ളൊരു ഇൻസ്പിറേഷൻ എന്താണെന്നൊന്ന് പറയാമോ? അതായത് ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു 4 കൊല്ലത്തോളം ഒരു BSc നേഴ്സിംഗ് അല്ലെങ്കിൽ 4 കൊല്ലം ആ ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ഹെൽത്ത് കെയർ മേഖലയിൽ തന്നെ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് ഓരോ സ്കോപ്പും അങ്ങനത്തെ ഒരുപാട് സ്കോപ്പുള്ളൊരു ഫീൽഡാണ് ഈ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുള്ളൊരു തോട്ട് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്യൂച്ചറൈസ് അക്കാഡമിയെ കുറിച്ച് കേൾക്കുന്നതും പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ച് അപ്പോൾ ആ ഒരു എൻ്റെ ഇപ്പോൾ 4 കൊല്ലം ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഹെൽത്ത് കെയറിൽ എനിക്ക് കൂടുതൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിൽ വരാനും ഇതായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടാനും ഉള്ളൊരു സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായത്. സോ നവനീതിന് എന്താണ് പറയാനുള്ളത്? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു, ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ആയിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ തന്നെ ഒരു കോഴ്സ് ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പോഷർ എനിക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിരുന്നില്ല. സോ അങ്ങനെ വന്നപ്പോഴാണ് ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാദമിയിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അങ്ങനെ അവിടേക്ക് തന്നെ ജോയിൻ ചെയ്യായിരുന്നു. സോ ഇവിടുന്ന് കിട്ടുന്ന നമുക്ക് ഓരോ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ ഫീൽഡിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് എൻ്റെ ഒരു കരിയർ ജേർണി എന്ന് പറയുന്നത്.